ഹായ് രാജ്. യെസ്, നമ്മൾ നിൽക്കുന്നത് അമിറ്റി യൂണിവേഴ്സിറ്റിന്റെ മുമ്പിലാണ്. ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണല്ലോ. അതെ. ഇവിടെ ദുബായിലുള്ള ഒരു പ്രധാനപ്പെട്ട അമിറ്റി, നമ്മൾ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ കയറി, ബിറ്റ്സിൽ കയറി. അവിടെയൊക്കെ നമ്മൾ കയറിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഭയങ്കരമായൊരു മാർക്കറ്റിംഗ് ആണ്. ഒരു കുട്ടിയെ അങ്ങോട്ട് മാർക്കറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മാർക്കറ്റിംഗ്. അവർ പരസ്പരം മത്സരമൊക്കെ നമുക്ക് ഫീൽ ചെയ്തു, ഭയങ്കരമായ ഫീൽ ചെയ്തു. എന്നാൽ നമ്മുടെ നാട്ടില് ഹോസ്പിറ്റലായാലും ഈ പറഞ്ഞ സ്കൂളുകളായാലും ഇതിനൊക്കെ വിദ്യാഭ്യാസത്തെയും നമ്മളെ ഈ ആതുര സേവനത്തെയൊക്കെ നമ്മളൊരു സർവീസ് ആയിട്ടാണ് കാണുന്നത്. അവിടെ ലാഭം മോഹിച്ചിട്ടല്ലല്ലോ അവിടെ നടക്കുന്നത്. പക്ഷെ ഇവിടെ അവർ ലാഭം നോക്കുന്നുണ്ട് അല്ലെ, ഒരു ബിസിനസ് ആക്കിയിട്ട് ആ ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ അങ്ങോട്ട് ക്യാൻവാസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ സർവീസ് ആയിട്ട് നടക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളും ഇവിടെ ബിസിനസ് ആയിട്ട് നടക്കുന്ന സ്ഥാപനങ്ങളും, അപ്പൊ നിങ്ങൾക്ക് ഏതിലാണ് ഒരു ക്വാളിറ്റി? അതിനെന്തെങ്കിലും ചിലപ്പോൾ ക്വാളിറ്റി വരും അല്ലെ, അവര് പ്രൊഡക്റ്റ് ആണല്ലോ. ഇപ്പൊ ഈ വിദ്യാർത്ഥികൾ അവരുടെ പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റ് നന്നാവുമ്പോഴേ ആ ബിസിനസ് വളരുള്ളൂ. അപ്പൊ ഇതുപോലൊരു എന്താണ് നമ്മുടെ നാട്ടിലെ കൺസെപ്റ്റിനെ കുറിച്ച് എനിക്കൊന്ന് പറയാനുള്ളത്? നമുക്ക് നമ്മളുടെ സ്ഥലം എടുത്തു നോക്കാം. പെരിന്തൽമണ്ണ. നമ്മൾ വിചാരിക്കുന്നു ഇവിടെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ മിക്ക കാര്യങ്ങളും സർവീസ് ആയിട്ട് നടക്കുന്നു എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. ആ ധാരണ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ അവിടെ പെരിന്തൽമണ്ണ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസിനെ കണ്ടിട്ടുണ്ടെങ്കിൽ, ഹോസ്പിറ്റൽ സിറ്റിയാണ്, അത് ഹോസ്പിറ്റൽ സിറ്റിയായി അറിയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ഫുഡ് ലഭിക്കുന്ന ഹോട്ടൽസും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ പെരിന്തൽമണ്ണ എന്ന് പറയുന്നത്. ഓരോ 5 മിനിറ്റ് നടക്കുമ്പോഴും നമുക്ക് അവിടെ പുതിയ ഈ ഹോട്ടൽസിനെ, റെസ്റ്റോറൻറ്റ്സിനെ, ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് തരുന്ന ഒരുപാട് ഷോപ്സിനെ നമുക്കറിയാം. നമ്മുടെ മലപ്പുറം കളക്ടർ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഈ അസുഖങ്ങൾ വരുന്നത് മലപ്പുറം ജില്ലക്കാർക്കാണ്. ഹോട്ടലും രണ്ടും ഒരു അപ്പൊ അത് സർവീസ് അല്ല, സത്യത്തിൽ അതെല്ലാം ബിസിനസ് അവസരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മുടെ ആളുകളെ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് എങ്ങനെ പാക്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. ഇപ്പൊ നമ്മള് 2-3 യൂണിവേഴ്സിറ്റീസിൽ പോയി, ഓരോ യൂണിവേഴ്സിറ്റി ഒന്നിനോടൊന്ന് പലതരത്തിലാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. ചില ആളുകൾ അതിന്റെ പാക്കിങ്ങിൽ തന്നെ, നമ്മളിപ്പോ ഒരു ഐഫോൺ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ ഉപയോഗശൂന്യമായി വയ്ക്കുന്ന ഒരു സംഭവമാണ് അതിന്റെ പാക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ആ പാക്കിംഗ് എന്തുമാത്രം കോസ്റ്റ്ലി ആയിട്ടാണ്, എന്തുമാത്രം പ്രൊഫഷണൽ ആയിട്ടാണ് അവർ പാക്ക് ചെയ്യുന്നത്. ഈ പാക്കിംഗ് പോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ അമിറ്റി യൂണിവേഴ്സിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി പാക്കിംഗ്, ബ്യൂട്ടിഫുൾ ആണ്. കയറി ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ഉൾവശവും അതിന്റെ ആ ഒരു ആംബിയൻസ്, അതിന്റെ ബാക്കിലുള്ള ഫുട്ബോൾ ഗ്രൗണ്ട്, അവരിയ്ക്കുന്ന സ്ഥലം എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ഇതെല്ലാം തന്നെ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പം സർവീസ് ആണെങ്കിൽ കൂടെയും, ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സർവീസ് ആണെങ്കിൽ കൂടെയും അവിടെ അതിനെ ഒരു ബിസിനസ് ആക്കി മാറ്റുവാൻ ഉള്ള കഴിവ് അവർക്കുള്ളത് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. ഇനി സർവീസ് എന്നുള്ളൊരു മോഡി ഇതിൽ ഒഴിവാക്കിയാൽ അതുകൊണ്ട് എന്ത് ദോഷമാണ് ഉണ്ടാകുന്നത്? കുട്ടികൾ വരില്ല, കുട്ടികൾ അട്രാക്റ്റഡ് ആവില്ല. ഈ കുട്ടികൾ അങ്ങനെയല്ല, ചോദ്യം ക്ലിയർ ആയില്ല. അതായത് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സർവീസാണ്. സർവീസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ മതി എന്നുള്ളൊരു സ്ഥിതിയിലാണ് അതൊക്കെ ഉള്ളത്. ഇത്തരം ക്യാൻവാസിംഗ് ഒന്നും അവിടെ ഉണ്ടാവില്ല. ഇത് ബിസിനസ് ആയി മാറിയപ്പോഴാണ് നമ്മളെ മാക്സിമം ക്യാൻവാസ് ചെയ്യുന്നു. നമുക്ക് എങ്ങനെയെങ്കിലും അവർക്ക് നമ്മളെ കുട്ടിക്ക് ഇന്ന ഗുണങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ നിൽക്കുകയാണ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും അവനക്ക് അത് കൊടുക്കണം, ഇവിടെ തന്നെ ചേർക്കണം എന്നുള്ളതൊക്കെ വരികയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ സർവീസ് എന്ന ഒരു മൈൻഡ് സെറ്റ് ഇതിൽ നിന്നൊക്കെ മാറ്റിയാൽ സത്യത്തില് കസ്റ്റമേഴ്സ്, ഇപ്പൊ നമ്മള് കസ്റ്റമേഴ്സ് ആണല്ലോ, നമുക്ക് കിട്ടുന്നത് ബെസ്റ്റ് ഒരു ഇതല്ലേ കിട്ടുന്നത്, ബെസ്റ്റ് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഈ സർവീസ് എന്ന് പറഞ്ഞ് വെച്ചിട്ട് ഉള്ള ഈ ഔട്ട്പുട്ടിനെ മോശമാക്കി ഇങ്ങനെ കൊണ്ടുപോകുന്നതാണോ നല്ലത്? ഒറിജിനലി കണ്ണും പൂട്ടി ഇതൊക്കെ ബിസിനസ് ആവുന്നതിനെ സ്വീകരിക്കല വേണ്ടത്, സ്വാഗതം ചെയ്യല വേണ്ടത്. നമുക്ക് എല്ലാവരെയും അങ്ങനെ പറയാൻ കഴിയില്ല. ഇപ്പോ സർവീസിൽ നമ്മളെല്ലാവരും പണ്ട് മുതൽക്കേ കേൾക്കുന്നതാണ് മദർ തെരേസ. അവരോളം പോകുന്ന ഒരാളില്ല എന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. അവരവരുടെ ലൈഫ് തന്നെ നമുക്ക് വേണ്ടി ത്യജിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഒരു പരിധി വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സർവീസസിലൊക്കെ തന്നെയും ആ ഒരു കമ്മിറ്റ്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇന്നിപ്പോൾ ഗവൺമെന്റ് അധ്യാപകരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളും ഇപ്പം കുട്ടികളെ തല്ലാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പം ടീച്ചേഴ്സ് പഠിച്ചിട്ടുള്ളത് അതാണ്. ഇനി അതിൽ നിന്ന് മാറി മറ്റൊരു വിദ്യാഭ്യാസം അവർക്ക് കൊടുത്തിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് അവരെ നേർവഴിക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ നന്നായിട്ട് ഇപ്പൊ ട്രെയിനിങ്സ് ഇപ്പൊ നടക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ കുട്ടികൾ എങ്ങനെ ശരിയാക്കണം അറിയാത്തൊരവസ്ഥ വന്നപ്പോൾ ടീച്ചേഴ്സിന് ഇത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സ്ഥിതി വന്നപ്പോൾ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. കുഞ്ഞുങ്ങൾ അവർ ശരിയാവുകയാണെങ്കിൽ ശരിയാകട്ടെ, ഇറ്റ്സ് ദെയർ ചോയ്സ് എന്നുള്ള രീതിയിൽ ടീച്ചേഴ്സ് പലരും ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പൊ സർവീസ് മനോഭാവമുള്ള ആളുകൾ പോലും അവിടെ റെസ്ട്രിക്റ്റഡ് ആയി എന്ന് വേണം പറയാൻ. ബിസിനസ്സിൽ നമ്മൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഇഫ് യു ആർ നോട്ട് investing, that means you are not interested.
ബിസിനസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അതിന്റെ മാക്സിമം ഡെലിവറി ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഡെലിവറി ചെയ്താൽ തിരിച്ചു കിട്ടുള്ളൂ. ചോദിക്കാനുള്ള കാരണം അതാണ്. നമ്മൾ നന്നായിട്ട് ഇപ്പൊ എന്റെ മൂത്ത മോന് വേണ്ടി വലിയൊരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ ദിവസം നോക്കിക്കൊണ്ടിരിക്കണം ആ ഇൻവെസ്റ്റിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അവിടെ നിന്ന് വരുന്നുണ്ടോ എന്നുള്ളത്. നേരെ മറിച്ച് അതൊരു ഫ്രീ സർവീസ് ആയിരുന്നുവെങ്കിൽ ഇത്ര കണ്ട് നമ്മൾ അത് നോക്കില്ലായിരുന്നു. അപ്പൊ ശരിക്കും ഞാൻ ഇത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സർവീസ് എന്നതിന് മാറിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഹോസ്പിറ്റലായാലും വിദ്യാഭ്യാസം ആയാലും ഇതൊക്കെ ഒരു ബിസിനസ് മോഡലിലേക്ക് വന്നാൽ നമ്മൾക്കും അവയർനെസ് കിട്ടും. നമ്മൾ പൈസ മുടക്കുന്നുണ്ട്, എന്നാൽ അവർക്ക് ഒരു അവയർനെസ് കിട്ടും. അവർക്ക് ഇനിയും ആളുകൾ വരണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ ഏറ്റവും നന്നാക്കണം. ഹനീഫിക, ഇവിടെ നമ്മൾ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അതെ, പല ആളുകളും സാമ്പത്തികമായിട്ട് വളരെ പരാജയത്തിൽ നിൽക്കുന്ന, പിന്നോക്കത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ ലൈഫിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സർവീസസ് ആവശ്യമായിട്ട് വരും. അതെ, മനസ്സിലായില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുഗ്രഹം തന്നെയാണ്. ആണ് ഈ സർവീസസ് ഒരു അനുഗ്രഹം തന്നെയാണ്. ഞാൻ പറഞ്ഞത് അതിന് ഗവൺമെന്റ് ചെയ്യേണ്ടതല്ലേ? അതാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. അവിടെ ഇതിന് ഞാൻ പറഞ്ഞ ഇതിന്റെ ഒരു ഗുണം, അതായത് ഒരു ബിസിനസ് ആവുന്നതോടുകൂടി ഇത് ടോപ്പിലേക്ക് പോവാണ്. അതിനെ വേണ്ടാന്ന് വെക്കണോന്നാ ചോദിക്കുന്നത്. ശരിക്കും ഇത്തരം ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും ഇവരുടെയൊക്കെ മുകളിലേക്ക് കൊണ്ടുവരാൻ തന്നെ നമ്മൾ ടാക്സും കാര്യങ്ങളൊക്കെ പിരിക്കുന്നത് അവർക്കല്ലേ ചെലവഴിക്കേണ്ടത്. അതെ, അതിന് വേണ്ട രീതിയിൽ ഏറ്റവും ടോപ്പ് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇന്ന് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ നമ്മുടെ അടുത്ത ആൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ അവിടെ ICUവിന് പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. ഉള്ളിൽ ICUവിലാണ് നമ്മുടെ രോഗി ഉള്ളത്. അതൊന്ന് കാണാൻ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല. നമ്മൾ എപ്പോഴേലും 3-4 മണിക്കൂർ കൂടുമ്പോഴാണ് ഉള്ളിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ രോഗി പറയും, ഞാനിവിടെ ആകെ ബുദ്ധിമുട്ടിയിട്ടാണ് ഒന്ന് എന്നെ കൊണ്ടുപോകുന്നത്, നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ ഒരു ബിസിനസ് ആകുമ്പോൾ ഞാൻ അവിടെ അപ്പോൾ വിചാരിച്ചിട്ട് ഒരു ബിസിനസ് ശരിക്കും ഒരു ബിസിനസ് ആയി മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം അതിൻ്റെ ഉള്ളിലൊരു ക്യാമറ, എവിടെ ഇപ്പം ഒന്ന് ക്യാമറ ഇല്ലാത്തത്? നമുക്ക് ഏറ്റവും വലിയ മുതലല്ലേ നമ്മളെ രോഗി. ഇതിനെ ഭൂമിയിൽ വേറെ നമ്മൾ എത്രയും എമൗണ്ട് മുടക്കാനും ടൈം മുടക്കാൻ റെഡി ആയതിന് മുമ്പിൽ നിൽക്കുന്നു, എന്താ അത്രയും വലിയൊരു മുതലാണ്. അതിനെ ഒരാൾക്കും ഇല്ലാതെ ഉള്ളിൽ കൊണ്ടിടുന്നു. അവിടെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റും ബിസിനസ് ആണെങ്കിൽ. നമ്മുടെ ഹോസ്പിറ്റലിനകത്ത് നമ്മളുടെ പ്രിയപ്പെട്ടവരെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അതിനകത്ത് ചികിത്സിക്കുന്ന സമയത്ത് നമുക്കത് കാണുക, അവർക്ക് കൃത്യമായ ചികിത്സ കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയുക എന്നുള്ളത് നമ്മുടെ ഒരു അവകാശമാണ്. എല്ലാ സ്ഥലത്തും CCTV ഒക്കെ വെക്കുന്ന ഈ ആളുകൾക്ക് അതിനകത്തൊരു CCTV വെച്ചിട്ട് നമുക്ക് കാണാനും അവരുടെ സുഖവിവരങ്ങൾ അറിയാനും നമ്മളുടെ ഈ ടെൻഷനെയും പ്രഷറിനെയൊക്കെ കുറക്കാൻ ഒന്ന് ചെയ്തുകൂടെ? ഒരു CCTVയും അല്ലെങ്കിൽ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തുകൂടെ? ഈ ഒരു അവസരത്തിൽ എല്ലാം ബിസിനസ് ആക്കിയ സമയത്ത് ഇത്തരം ബിസിനസ് ആക്കിയ ആളുകളോടാണ് പറയാനുള്ളത്, ഈ ഒരു സൗകര്യം നിങ്ങൾ നമ്മുടെ പേഷ്യൻസിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നൽകിയാൽ വലിയൊരു ഉപകാരമായിരിക്കും. അത് ഹനീഫിക, നമുക്ക് അറിയില്ലല്ലോ പേഷ്യൻസ് ഏത് രീതിയിലാണ് കിടക്കുന്നത്, എന്താണ് അവരുടെ അവസ്ഥ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അവിടെ ഒരു പക്ഷേ അവരുടെ ലൈഫിനും ജീവൻ മരണ പോരാട്ടമായിരിക്കും അവിടെ നടക്കുന്നത്. അതൊരു പക്ഷെ മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് ഒരു പരസ്യമാക്കുവാൻ അവർ ആഗ്രഹിക്കില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ ഇപ്പം ദേഹമാസകലം പൊള്ളലേറ്റ് കിടക്കുന്ന ഒരു യുവതിയാണ്. പുറത്ത് പബ്ലിക്കായിട്ട് അങ്ങനത്തെ കുറിച്ചല്ല പറയാം. നമുക്കത് നമുക്ക് അനുഭവിച്ചത് പറയാം. ഞാൻ ചെല്ലുമ്പോ എന്നോട് പറഞ്ഞു, രാവിലെ കൊടുന്ന ചായ അത് അവിടെ ഇരിക്കുന്നു, ഉച്ചക്ക് കൊണ്ടേ കൊടുത്ത കഞ്ഞി അത് അവിടെ ഇരിക്കും. അതൊന്നും എടുത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഞങ്ങളുടെ കഞ്ഞി വേണം, ചായ വേണം, നമ്മൾ ഓടിപ്പോയി എല്ലാം വലിയ സംഭവമായിട്ട് വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ വെച്ചിരിക്കുക. ഒരു തുള്ളി അവർ കൊടുത്തിട്ടില്ല. ചെല്ലുമ്പോ എനിക്കൊന്നും കിട്ടിയില്ല എന്നാ പറയാ. മാത്രമല്ല, നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോ അവിടെ അപ്പോഴാണ് ആ വിരിപ്പൊക്കെ തട്ടിക്കൊട്ടി ആളെ സാധുവിനെ കടത്തുന്നത് എന്ന് നേരാക്കി കടത്തി നമ്മൾ കണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ അവർക്ക് പാട്ടും കളിയാണ്. ഇതൊക്കെ അനുഭവമുള്ള കാര്യങ്ങളാണ്, എത്രയോ അനുഭവങ്ങളുള്ള കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞ ക്രിട്ടിക്കൽ സ്റ്റേജിന്റെ കാര്യമല്ല രാജ്. ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ അതിങ്ങനെ ആളുകൾ നമ്മളെ ആളുകൾ കാണുന്നു എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവരെ നന്നായിട്ട് കെയർ ചെയ്യും. അതല്ല ഉണ്ടാവുന്നത്. വളരെ മോശമായിട്ടുള്ള സ്ഥിതിഗതികളാണ് ചില ഹോസ്പിറ്റലിനകത്തൊക്കെ ഉള്ളത്. നമ്മൾ എല്ലാം ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ ഇവരിത് ബിസിനസ് ആക്കിയ ആളുകൾ ഒരു പോസിബിലിറ്റി എല്ലാറ്റിനും വേണമെന്നില്ല, പറ്റുന്നത്ര. അപ്പൊ ചില ഡോക്ടേഴ്സൊക്കെ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ അവർ ചികിത്സിക്കുന്ന രീതികൾ. ഒരു ദിവസം അതുണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ പറയുന്നത്. അപ്പോൾ ചെന്നപ്പോൾ പറഞ്ഞു എന്നോട്, ഞാൻ അവിടെ രോഗിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, കുറച്ച് നേരത്തെ ആ രോഗിക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കിന്റെ അടയാളങ്ങൾ കാണിച്ചു. ഡോക്ടേഴ്സ് നെഞ്ചത്ത് കീറി നിന്ന് ചവിട്ടി എന്നൊക്കെയാണ് പറഞ്ഞത്. ആയിരിക്കാം, പക്ഷെ എന്താ ഇപ്പുറത്ത് വേറെ രോഗി കാണുന്നുണ്ട്. അതെന്ന് വെച്ചാൽ മാക്സിമം അതിനെ കൊണ്ടുവരാൻ എന്താണോ ചെയ്യേണ്ടത് ചെയ്യണം. കാരണം ആ നെഞ്ചിന് ചവിട്ടുന്നത് മാക്സിമം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. പക്ഷെ ആ രോഗി തിരിച്ചു വന്നില്ല.
പക്ഷെ അവര് ശ്രമം നടത്തുന്നത് ചിലപ്പോ ഈ ഇതൊക്കെ ടിവിയിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അത് പലതരത്തിൽ ആളുകൾ വ്യാഖ്യാനിക്കാം. അപ്പൊ അത് ആ സമയത്ത് ഇതൊക്കെ off ചെയ്യാനും ഇതൊക്കെ അത്തരം അതിന്റെ കാര്യങ്ങൾക്ക് നിർബന്ധകരമായ കാര്യങ്ങൾ ഓഫ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇപ്പൊ ഉണ്ടല്ലോ. എങ്ങനെയെങ്കിലും ഇതൊക്കെ നമ്മുടെ ഒരു അവകാശം കൂടിയാണ്. നമ്മൾ ക്യാഷ് കൊടുക്കുന്നുണ്ട്, നമ്മൾ അത്രക്കും ട്രീറ്റ്മെന്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കൂടെ ഒരു അവകാശമാണ്. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് തന്നെ നല്ലൊരു ട്രീറ്റ്മെന്റ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഇപ്പോഴത്തെ കാലത്ത് ഈ ടെക്നോളജി ഉപയോഗപ്പെടുത്തണ്ടേ? ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗൈൻ വലിയൊരു ചോദ്യമാണ്. കാരണം ഇവിടെ ആ പേഷ്യൻസിനെ പരിപാലിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, അതിൽ എത്തിക്സ് പഠിച്ചിട്ടുള്ള, പ്രതിജ്ഞ ചെയ്തിട്ടാണ് അവർ ആ ജോലിക്ക് കയറുന്നത്. ആ പ്രതിജ്ഞയൊക്കെ എടുത്തിട്ടുള്ള ആളുകളാണ്. ഇപ്പൊ ചില ആളുകൾ കാപാലികർ അവിടോട്ട് കയറി ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ദൂഷ്യവശങ്ങളാണ് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബാ സുരേഷ് ഒരിക്കൽ പറയുന്നുണ്ടായി, എനിക്ക് ആംബുലൻസ് ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോകുമ്പോ എനിക്ക് അവരോട് സഹതാപാണ്. പാമ്പ് കടിച്ചിട്ട് ഇതേപോലെ ബാബാ സുരേഷിനെ ആംബുലൻസിലേക്ക് എടുത്ത് കടത്തി കൂക്കി പോവുകയാണ്. മറ്റു വണ്ടികൾ നമ്മൾ സാധാരണക്കാർക്ക് സൈഡിക്ക് വണ്ടി നിർത്തി ഇവർക്ക് പോകാനുള്ള സൗകര്യം കൊടുക്കുകയാണ്. ഈ സാധനം ചീറിപ്പാഞ്ഞ് പോണത് എടുക്കുക ഈ ഹോസ്പിറ്റലിലേക്കാ. ഇവിടെ എന്തെങ്കിലും ഒരു കുട്ടി പറ്റിയിട്ടില്ല, ഇത് പാമ്പ് പിടിച്ചതേ ശരി എങ്കിൽ ഓരോന്ന് പൾസൊക്കെ പിടിച്ച് ആളവിടെ നേരെ കടത്തുകയാണ്. അപ്പൊ സാധാരണക്കാരനുള്ള ഗൗരവം പോലും ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സത്യപ്രതിജ്ഞ ചെയ്ത ചില ഡോക്ടർ, ചില ആളുകൾ അത് എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് പലപ്പോഴും എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റാത്തത്? ഇന്റർവ്യൂവിൽ അവർ കാണിച്ച മുഖമല്ല അവരാ ജോലിയിലോട്ട് കയറുമ്പോൾ ഉണ്ടാവുന്നത്. അവരുടെ പ്രയോറിറ്റി മാറി, അവരാ ജോലിക്ക് കയറുക എന്നുള്ളത് പേരെ കാണുന്നു. ആദ്യങ്ങളിൽ ചിലപ്പോ അതേപോലെ വണ്ടി മാറ്റിയിട്ട ആളുകളെ പോലെ ആദ്യങ്ങളിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ചെയ്തിട്ടും ചിലപ്പോ ആണെങ്കിൽ ഏതെങ്കിലും ഒരു പേഷ്യന്റിന്റെ കൂടെ നാളെ രണ്ട് പൊട്ടിച്ചിട്ടും ഉണ്ടാവും. പിന്നെ എന്തിന് ഇവിടെ ചിന്തിക്കേണ്ട വിഷയം എന്താ പറയുക, നമ്മള് ബിസിനസിനെ കുറിച്ചും നമ്മള് പുതിയ പുതിയ എംപ്ലോയീസിനെ കുറിച്ച് ടീമിലേക്ക് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഞാനിപ്പോഴും ചിന്തിക്കാറുള്ള എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മൾ പുതിയ ആളുകൾ വരുമ്പോ ഉടനെ പറയും എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര നഷ്ടമുണ്ട്, ഇത് വെച്ച് തന്നാലേ നിന്നെ അങ്ങോട്ട് കയറ്റൂ എന്നൊക്കെ പറയേണ്ടി വരുന്നത് ഇതിന്റെ മുമ്പേ പോയ ആളുകൾ നമുക്ക് തന്ന പണിയാണ്. നമുക്ക് തന്ന പണിയാണ്. ഇപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ മൂത്ത 2-3 കുട്ടികളുണ്ടെങ്കിൽ മൂത്ത ഒരാളെ നമ്മൾ എന്ത് ചെയ്തു, പഠിപ്പിച്ചു തന്നെ കുട്ടിക്കൊടി കൊണ്ടുപോയി വലിയ സംഭവമാക്കി അങ്ങ് കൊണ്ട് ചേർത്തു. ഓരവിടെ പഠിച്ചില്ല, ഓൻ നമ്മളെ ക്യാഷ് നശിപ്പിച്ച് കളഞ്ഞാൽ നെക്സ്റ്റ് ഒരാളെ കൊണ്ടു ചേർക്കുമ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കും ഇതല്ലേ നമ്മള് പൈസ കൊണ്ടേ കൊടുത്തല്ലേ കാര്യം, അപ്പൊ ഇവരങ്ങനെ പഠിപ്പിക്കണോ ചിന്തിക്കും. മുന്നേ പോകുന്ന ആള് ചെയ്ത തകരാറിനാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നേ പോയ ഒരാള് ചെയ്ത ഒരു തെറ്റ് നെക്സ്റ്റ് വരുന്ന ഒരാളൊന്നും ഉണ്ടാവാൻ വഴിയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കും. നമ്മൾ പഴഞ്ചൊല്ല് പറയാറുണ്ടല്ലോ, ചുടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഡോക്ടറെ അടുത്തേക്ക് വരാം. ഡോക്ടറിന് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ആ അനുഭവം നിന്നായിരിക്കും ഈ സാധു പിന്നീട് ഇങ്ങനെ ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്ന് വിചാരിക്കാം അല്ലേ? അതെ, നമുക്ക് നല്ല നല്ല വശങ്ങൾ നമുക്ക് കാണാൻ നമ്മൾ ചിന്തിക്കണം. ഞാൻ കാരണം ഇപ്പൊ ഇന്ന് ഈ വേൾഡിൽ നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കാരണം എന്റെ പുറകെ വരുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. അത് ഞാനത് കാരണമായിട്ട് ഇനി മൊത്തത്തിൽ ഒരാളുടെ മൈൻഡ് സെറ്റ്, ഇപ്പൊ ഞാൻ കടം വാങ്ങി, എനിക്ക് അത്യാവശ്യത്തിനാണ് കടം വാങ്ങുന്നത്, പക്ഷെ ഞാനത് കൊടുത്തില്ലെങ്കിൽ നെക്സ്റ്റ് ഒരാൾക്ക് എനിക്ക് തടഞ്ഞാൽ കൊടുക്കില്ല. അവൻ അടുത്ത പ്രാവശ്യം കൊടുക്കാൻ നേരത്തെ ചിന്തിക്കും എനിക്ക് അന്ന് കൊടുത്തു കിട്ടിയില്ല, മറ്റൊരു കൊടുത്ത് കിട്ടിയില്ല, ഇനി ഞാൻ ഇവന് കടം കൊടുക്കണം, കൊടുക്കില്ല. അങ്ങനെ എല്ലാ നല്ല നല്ല കാര്യങ്ങളും നമ്മളെ കയ്യിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നെക്സ്റ്റ് ഇനി വരാൻ പോകുന്ന ജനറേഷന്റെ കയ്യിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അത് മാത്രം നിങ്ങളിപ്പോ നോക്കിയെന്നറിയാം. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ കുട്ടികളാണ് ഭയങ്കര സേവന പ്രവർത്തനത്തിലൊക്കെ ഉള്ളത് അല്ലെ? ഇപ്പൊ വെള്ളപ്പൊക്കം മൂടിയപ്പോഴൊക്കെ അവിടെ ചെക്കന്മാരാണ് അവിടെ ഉള്ളത്. അടിച്ചു പൊളിച്ച് പോലൊക്കെ എല്ലാം ജീവൻ പണയപ്പെടുത്തിയും ചാടുന്നുണ്ട്. ഞാനിപ്പോ ആ സമയത്തോ ഞാനിപ്പോ പഠിക്കുന്ന കാലത്ത് NSSലൊക്കെ ഇത് തന്നെ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ അന്നുണ്ടായിരുന്ന പല ഗുണങ്ങളും എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. എന്റെ അനുഭവങ്ങൾ ആ ഗുണങ്ങളൊന്നും ചെയ്യരുതെന്ന് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആളുകളുടെ ഒരു വിചാരമുണ്ട് ഇപ്പൊ ചെറുപ്പക്കാരെ അടിപൊളി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വയസ്സന്മാരാണ് ഒന്നും ചെയ്യാത്തെന്നൊരു തോന്നൽ. അവരങ്ങനെ ചെയ്യാതെ അതിന്റെ കാരണക്കാരുടെ അനുഭവങ്ങളും ഈ എക്സ്പീരിയൻസും അവരെ പഠിപ്പിച്ചിട്ടുള്ള പ്രിക്കോഷൻസ് ആണ് അവരെടുക്കുന്നത്. രാജിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അല്ല, എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, നമ്മളുടെ മുന്നേ പോകുന്ന പിന്നെ പോകുന്നവരെ ഉപദ്രവിക്കരുത് എന്നുള്ളത് മാത്രമല്ല, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അത് നമ്മൾ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഞങ്ങളൊരു സ്റ്റോറി പറയായിരുന്നു. ഒരു പയ്യനെ ടീമിൽ നിന്ന് പുറത്താക്കി. അപ്പൊ എന്തുകൊണ്ടാണ്? കഴിഞ്ഞ കളി തോറ്റു, അവൻ പുറത്തായി. അപ്പൊ അമ്മ വന്നിട്ട് ചോദിക്കുകയാണ്, എന്റെ മോൻ എന്ത് തെറ്റാ ചെയ്തത്? അവൻ അവിടെ നോട്ട് ഔട്ട് ആയിട്ട് ഇല്ലായിരുന്നോ കളി തീരുമ്പോഴും? അവൻ എന്ത് തെറ്റാ ചെയ്തത്? അവനൊന്നും ചെയ്തില്ല, അതുകൊണ്ടാണ് അവനെ പുറത്താക്കിയത് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ, കളിച്ച് ജയിക്കാൻ 2 റൺസോ 3 റൺസോ വേണം.
അവനൊന്നും ചെയ്തില്ല. ഉപദ്രവം ആരും ഉപദ്രവിച്ചില്ല, എതിർ ടീമിനെ ഉപദ്രവിച്ചില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എടുക്കേണ്ട കളി എടുത്തില്ല, റൺസ് വേണ്ടത് എടുത്തില്ല, കളി തോറ്റു. അതുകൊണ്ടാണ് അവൻ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. റെസ്പോൺസിബിലിറ്റിയുടെ നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ്. ഇതിനെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഗിഫ്റ്റഡ് ആണ്. അതെ, അല്ല ഞാൻ പറഞ്ഞത് അവസാനിപ്പിച്ചില്ല കേട്ടോ. നമ്മളെ എക്സ്പീരിയൻസ് വെച്ച് അത് പിറകെ മുന്നിൽ പോയ ഒരാൾ ചെയ്ത തെറ്റ് കാരണം പിറകെ വരുന്ന ആളുകൾ അനുഭവിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതെ, അത് ഇതിന് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ഇനി മുതൽ നമ്മൾ കാണാൻ തുടങ്ങണം. അവൻ എന്റെ കടം വാങ്ങിയത് തിരിച്ചു തന്നില്ലെങ്കിൽ ഇവൻ തരില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അവൻ മുന്നേ ഒരാൾക്ക് നമ്മൾ ചെലവഴിച്ചതിന് നമുക്ക് ഗുണം കിട്ടിയില്ലെങ്കിൽ ഇത് വരുന്നവനും അതല്ല, അവൻ എൻ്റർലി ഡിഫറെന്റ് അല്ലേ. ഹനീഫിക്ക, ഇതിനെ മറികടക്കാൻ കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. അവന് കിട്ടുമോ ഇല്ല എന്നുള്ളത് എൻ്റർലി ഡിഫറെന്റാ. ഒരു ചാൻസും ഇല്ല മുന്നേ പോയ ആളും ഇയാളും തമ്മിൽ യോജിക്കാൻ. പക്ഷെ അതുകൊണ്ട് ഇത് നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത പ്രിക്കോഷൻസ് എടുക്കാൻ പാടില്ല. അത് ആവശ്യമില്ല എന്നുള്ളത് നമുക്കാ തോന്നുന്നത്. അല്ല, ആവശ്യമില്ലാത്തല്ല ഞാൻ പറയുന്നത്. എന്താ പറയുക, പ്രിക്കോഷൻസ് എടുക്കുന്നത് മറ്റൊരാളെ ഉപദ്രവിക്കുന്ന രീതിയിൽ, നമ്മളെ മനസ്സിനകത്തുള്ള നല്ല നല്ല നന്മകളെ നശിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അറിയാതെ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഈ കേൾക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഇടാനുള്ള ഒരു അവസരമാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ അറിയാതെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഈ ലോകം നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് എന്താണോ ഏറ്റവും നല്ല പോസിറ്റീവ് അതിലേക്ക് മാറണം.